സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ പ്രിൻസിപ്പളായ ശ്രീ ഡിൻഡോ KP നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഡിൻഡോ, ഈ ഇത് കുട്ടികൾ സ്ഥിരമായി ആലപിക്കാറുള്ളൊരു ഗാനമാണ്. ഇത് ഗണഗീതമായോ മറ്റോ അല്ല കാണേണ്ടത്, ഇതൊരു ദേശഭക്തി ഗാനമായി മാത്രം കണ്ടാൽ മതി എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഇങ്ങനെ ഒരു പാട്ട് അവിടെ സ്വാഭാവികമായി കുട്ടികൾ പാടിയതാണോ? ഇത് ഏത് ജോണലിൽ പെടുന്ന ഗാനമാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ നടന്ന വന്ദേ ഭാരതിൻ്റെ ബാംഗ്ലൂർ എറണാകുളം ട്രിപ്പിൻ്റെ ആദ്യത്തെ ജേർണിയിൽ നമ്മുടെ എറണാകുളത്തെ 5 വിദ്യാലയങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിലൊന്ന് സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ എളമക്കരയായിരുന്നു. കുട്ടികളുടെ ട്രെയിനിലെ കുട്ടികളും അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ യൂട്യൂബിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്, ആളുകൾ ഡാൻസ് കളിക്കുന്നു ഒക്കെ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാകാം ഏതോ ഒരു ചാനലാണോ ലോക്കൽ ഇതാണോ എന്ന് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ, അവരോട് വന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. ഓഫ് കോഴ്സ് വന്ദേ ഭാരതാണ്, അപ്പോൾ കുട്ടികൾ വന്ദേ മാതരം എന്നുള്ള ദേശഭക്തിഗാനം ചൊല്ലി. എന്നാൽ ഈ റിപ്പോർട്ടർ അവരോട് വീണ്ടും ചോദിക്കുകയാണ്, ഒരു മലയാളം പാട്ട് പാടാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ചൊല്ലിയൊരു പാട്ടാണ് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ലൈന്. അത് കുട്ടികൾ അവിടെ റെയിൽവേ ട്വീറ്റ് ചെയ്തതിൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്: പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. ഇതിലെവിടെയാണ് നമ്മൾ വർഗീയത എന്ന് നമ്മുടെ ഇപ്പോൾ എനിക്ക് മുമ്പ് നിങ്ങൾ ട്വീറ്റ് ചെയ്ത ആളുകൾ സംസാരിക്കുന്നത് എനിക്ക് കണ്ടിട്ടില്ല. കാരണം ഇത് ദേശഭക്തി ഗാനമാണത്. ഇതിനെ RSSകാർ ചൊല്ലിയോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖകളിൽ ചൊല്ലുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ. അവർ ചൊല്ലുന്നുണ്ടാവും, അവർ ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിദ്യാലയത്തിൽ ഇതിനെ ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാലയത്തിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാനത് വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്ഷമിക്കുക, നമ്മുടെ കുട്ടികൾ, അവിടുത്തെ കുട്ടികൾ ഇത് ഈ ഗാനം ചൊല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രശ്നമാക്കിയിരുന്നു. സെയിമാണ്, അവർക്കെങ്ങനെ കിട്ടി? അത് ഈ RSS റൺ ചെയ്യുന്ന സ്കൂളാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ അത്ര കാണാവുള്ളൂ. ഇത് കുട്ടികളോ റെയിൽവേയോ ആരും പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, ആരും ഇവരെ പഠിപ്പിച്ച് വിട്ടിട്ടുമില്ല. പക്ഷെ ഈ ഒരു ദേശഭക്തി ഗാനം പല സ്റ്റേജുകളിലും പലയിടത്തും ചൊല്ലാറുണ്ട്, നമ്മുടെ സ്കൂളിലും ചൊല്ലാറുണ്ട്. കുട്ടികളെ ഇത് ചൊല്ലാൻ ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. ശ്രീ ഡിൻഡോ, ഈ RSSന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതൊക്കെ പ്രതിഫലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഗാനങ്ങളെയാണ് ഈ ഗണഗീതമായി നമ്മൾ പരിഗണിക്കുന്നത്. അതിൽ തന്നെ RSSന്റെ കേരള ശാഖയുടെ പേജിൽ 97 ഗണഗീതങ്ങളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് പരമപവിത്രമാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ഈ ഗാനം. ഇത് താങ്കൾക്കറിയാമായിരുന്നു? അതുപോലെ തന്നെ നമ്മുടെ ONV സാർ എഴുതിയ ഒരു കവിത കൂടി അതിൻ്റെ അകത്തുണ്ട്. 1 2 കവിതകളുണ്ട്. നമ്മെ വിളിപ്പു എന്ന് പറയുന്ന ഒരു ഗാനം അതിൻ്റെ അകത്തുണ്ട്. അത് ONV സാർ എഴുതിയ കവിതയാണത്. അതാ ഞാൻ പറഞ്ഞ ദേശഭക്തി ഗാനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദേശഭക്തി തുളുമ്പുന്ന ഏത് ഗാനങ്ങളിൽ ഒന്നാണ് എന്ന അറിവ് താങ്കൾക്കുണ്ടായിരുന്നു എന്നായിരുന്നു. അറിവുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നതല്ലേ, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് കാണാമത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളിതാവും പൈങ്കിളിയെ, ഇത് ഇടതുപക്ഷ സഹയാത്രിക ചൊല്ലുന്നതാണ്. ഇത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, നിങ്ങളും ചൊല്ലിയിട്ടുണ്ടാവും, നമ്മളെല്ലാവരും ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ കലയെ നമ്മൾ ബഹുമാനിക്കുക, ദേശഭക്തി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സംഘടനാപരമായ അടയാളം പേറുന്ന ഗാനമാണ് പ്രിൻസിപ്പാൾ സർ. ഇത് സംഘടനാപരമായ അടയാളം പേറുന്ന ഒരു ഗാനമാണ്. കാരണം ഗണഗീതം എന്നത് RSSനെ സംബന്ധിച്ച് അവരുടെ ഔദ്യോഗിക ഗാനമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് സംഘടനകളിൽ നിന്ന് RSSനെ വേർതിരിക്കുന്ന ഒരു ചിഹ്നമായി പരിഗണിക്കുന്ന ഒന്നാണ്. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഒരു ദേശഭക്തി ഗാനം എന്ന നിലയിൽ മാത്രമല്ല താങ്കൾ ഇതിനെ കണ്ടിട്ടുള്ളത്, RSSന്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗണഗീതങ്ങളിൽ ഒന്നാണിത് എന്ന തിരിച്ചറിവ് താങ്കൾക്കുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളെ ഈ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാടാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് താങ്കൾ നേരത്തെ വിശദീകരിച്ചത്. ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി എന്ന് പറഞ്ഞാൽ ആരോ ആവശ്യപ്പെട്ടപ്പോൾ, നിർബന്ധം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, ക്ഷമിക്കണം, ആവശ്യപ്പെട്ടപ്പോൾ അവർ വന്ദേ മാതരം പാടാൻ തുടങ്ങി. ഇതല്ല മറ്റൊന്ന് പാടാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ ഇത് പാടി. ഇത് പാടാൻ തയ്യാറെടുത്ത് വന്നതല്ല കുട്ടികൾ എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അതെ, ഇത് കുട്ടികൾ തയ്യാറെടുത്ത് വന്നതല്ല. അവർക്കറിയാം, ഇതുപോലെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ അവർക്കറിയാം. കാരണം നിങ്ങൾക്കറിയാം, 7-ാം തീയതി ആയിരുന്നു വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം. ഇത് ഞങ്ങളുടെ സ്കൂളിൽ ആഘോഷിച്ചു. ഇനി നിങ്ങൾ ഈ പറയുന്ന എന്ത് ദേശവിരുദ്ധമാണ് അല്ലെങ്കിൽ RSS അജണ്ടയാണ് ആ പാട്ടിലുള്ളത്?
ഞാൻ അതിൻ്റെ ഒരു സെൻറ്റൻസ് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കായിട്ട്. പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. പല നിറം എന്ന് നമുക്ക് പല ജാതി, പല മതങ്ങൾ, പല വർഗങ്ങൾ, പല ഭാഷകൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരൊറ്റ മനസ്സായിട്ട് നമ്മളെ ഭാരതീയരെല്ലാവരും ഒറ്റ മനസ്സായിട്ട് അത് മനസ്സിലായി ശ്രീ ടിൻഡോ കെ പി. താങ്കൾ പറഞ്ഞത് നാനാത്വത്തിലെ ഏകത്വം എന്ന ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന, ദേശസ്നേഹത്തെ പ്രതിഫലിക്കുന്ന, ഐക്യത്തെ പ്രതിഫലിപ്പിക്കുന്ന, നമ്മുടെ കൂട്ടായ്മയെ പ്രതിഫലിപ്പിക്കുന്ന, നമ്മുടെ വൈരുദ്ധ്യമാർന്ന സാംസ്കാരിക ചിഹ്നങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഉദാത്തമായ വരികളാണ് ആ രചനയുടെ ഭാഗമായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു താങ്കൾ പറഞ്ഞ ഭാഗം. പക്ഷെ പ്രശ്നം അതല്ലല്ലോ ശ്രീ ടിൻഡോ കെ പി. ഇതൊരു ഔദ്യോഗിക ചടങ്ങായിരുന്നു. ഈ ചടങ്ങിൽ കുട്ടികൾ പാടിയ പാട്ട്, ആ ഗാനം എന്നത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതും അതിനുവേണ്ടി ആഹ്വാനം നൽകുന്നതുമായ ഒന്നാണ്. കേരളത്തെ സംബന്ധിച്ച് അത് RSSന്റെ ഗണഗീതങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒന്നാണ്. പ്രിൻസിപ്പാൾ എന്ന നിലയിൽ താങ്കൾക്ക് അത് അറിവുള്ള കാര്യവുമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ മറ്റു ചില വരികൾ ഇടതുപക്ഷ സഹയാത്രികർ പാടുന്ന ഗാനങ്ങൾ നമ്മൾ പാടാറില്ലേ? അത് പാടുന്നത് ഒരു ഔദ്യോഗിക ചടങ്ങിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ദേശീയ പതാകയുണ്ട്. ഇവിടെ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും അവരവരുടേതായ പതാകയുണ്ട്. അത് ഉയർത്തുന്നത് ഈ റെഡ് ഫോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക ചടങ്ങിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ. ആ പതാകയ്ക്ക് എന്താണ് കുഴപ്പം എന്ന് ന്യായം കൊണ്ട് നമുക്കതിനെ നേരിടാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ഗാനങ്ങളുടെ അല്ലെങ്കിൽ ഈ വരികളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത് ഇപ്പോൾ നേരിടുന്ന വിവാദമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊരു സംഘടനാപരമായ അടയാളമാണ് എന്നതാണ്. അതറിയാവുന്ന പ്രിൻസിപ്പാൾ കൂടിയാണ് താങ്കൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു അനാവശ്യ വിവാദം എന്ന് പറയാൻ കഴിയുക? പിന്നെ റെയിൽവേ ഇതിലെ ചിത്രങ്ങൾ മാറ്റിയപ്പോൾ താങ്കൾ മറ്റൊരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു, കുട്ടികളും താങ്കളും ആവശ്യപ്പെട്ടത് കൊണ്ടാകാം വീണ്ടും എക്സ്പോസ്റ്റിൽ ആ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. അതിലെന്തെങ്കിലും വിശദീകരണം ഉണ്ടോ പ്രിൻസിപ്പാൾ? ഉറപ്പായിട്ടുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇതിന് ദേശഭക്തി ഗാനമായിട്ടാണ്. മലയാള ഭാഷാ പണ്ഡിതരായിട്ട് നിങ്ങൾ ഡിബേറ്റ് നടത്തൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഷ, ഏതെങ്കിലും ഒരു വാക്കുകൾ ദേശവിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ തുറന്ന് സംസാരിക്കാം. ഇതിൽ ഒരു വരികൾ പോലും പറയുന്നില്ല. ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഇത് ഒരു സംഘടനയെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്നല്ലേ സാർ ഞാൻ പറഞ്ഞത്? ദേശവിരുദ്ധമെന്നോ ഇത് മറ്റേതെങ്കിലും തരത്തിൽ ഈ അതെ സാർ പറയൂ സാർ ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു ദേശഭക്തി ഗാനം എവിടെയെങ്കിലും നിരോധിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ സാർ? അല്ല, അപ്പോൾ RSS പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന വിദ്യാലയമാണോ ഈ സരസ്വതി വിദ്യാനികേതൻ? സാറേ അതെ സാറേ കേൾക്കൂ. ഇല്ല, RSS പ്രത്യയശാസ്ത്രമല്ല. ഇത് ഭാരതീയ വിദ്യാനികേതൻ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭാരതിയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ ലക്ഷ്യത്തോട് കൂടിയിട്ട് ഉള്ളതാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കുട്ടികളിൽ ദേശസ്നേഹം വളർത്തുന്ന നല്ല സ്വഭാവ ഗുണങ്ങളുള്ള കുട്ടികളാക്കി വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ അതിൻ്റെ അത് നോക്കൂ. ആ കുട്ടികൾ ചോദിച്ചപ്പോൾ അവരാദ്യം ചൊല്ലിയത് വന്ദേമാതരമാണ്. രണ്ടാമത് ചൊല്ലിയപ്പോൾ അവർക്ക് ദേശഭക്തി ഗാനമാണ് ചൊല്ലാൻ തോന്നിയത്. അവർക്ക് മറ്റൊരു സിനിമാ പാട്ടല്ല അവിടെ തോന്നിയത്. എന്നാൽ ഈ കുട്ടികളെല്ലാം നിങ്ങൾ ടൂറിന് കൊണ്ടുപോയി നോക്കൂ, അവിടെ ഡാൻസ് കളിക്കും, സിനിമാ പാട്ടിട്ട് ഡാൻസ് കളിക്കും. എന്തുകൊണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം. ഇതാണ് മതേതരത്വം എന്ന നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണോ? ഉദാഹരണത്തിന് നിർമാല്യം തൊഴുതുണരുന്നു, ശ്രീപീഠം, ഇത്തരം വാക്കുകളൊക്കെ ഹൈന്ദവതയെ മാത്രം ഉൾക്കൊള്ളുന്നവയാണ് എന്ന വിമർശനം ഉന്നയിക്കാം. വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് കുട്ടികൾക്കിടയിൽ വർഗീയ ചിന്തയുണ്ടാക്കുന്ന, കുട്ടികൾക്കിടയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള വികാരമുണ്ടാക്കുന്ന, വിചാരങ്ങൾ ഉണർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും നയങ്ങൾക്കും എതിരാണെങ്കിൽ ഇടപെടാൻ കഴിയുമെന്നതാണ് ഏത് സ്കൂളാണെങ്കിലും. സാർ ഈ കുട്ടികൾ ചൊല്ലിയതിനെ കുറിച്ച് പറയാം. RSSന്റെ അവരുടെ ശാഖയിൽ അവർ ഒരുപാട് ഗണഗീതങ്ങൾ ചൊല്ലും. അതെല്ലാം നമ്മുടെ ഇത് പഠിപ്പിക്കണമെന്ന് നമ്മുടെ കുട്ടികൾ ചൊല്ലണമെന്ന് നിർബന്ധമില്ല. ദേശഭക്തി ഗാനം നിങ്ങൾ ഈ പറഞ്ഞ ഇതിൽ എവിടെയാണ് നിർമാല്യം ഉണരുന്നു എന്നുള്ള പാട്ട്? അതാ ചോദിക്കുന്നത്. പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി ശേതനമയക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. ഞാൻ അതിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പാടാം. നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഒരൊറ്റ മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല. അവരുടെ ധന്യാത്മാവാം വിരാമം തഴുകിയിടുന്നീ ആരാമം. ഇവിടെ വരൂ ഈ കാറ്റുന്നേൽക്കൂ, ഇവിടെ ഭാരതമുണരുന്നു, ഇവിടെ ഭാരതമുണരുന്നു. ഇതിലെന്താണ് സാർ റോങ് ആയിട്ടുള്ളത്? അല്ല, ആ വരികൾ എവിടെയാണെന്ന് താങ്കൾ ചോദിച്ചു, അതാണ് ഞാൻ പാടിയത്. പൂജ എന്ന വാക്കും നിർമാല്യം എന്ന വാക്കും സാർ അല്ല,
അല്ല സാർ, പൂജ എന്ന വാക്കും നിർമാല്യം എന്ന വാക്കും ഈ ഭാരതത്തിൽ, ഈ കേരളത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ പാടില്ലേ? എങ്കിൽ നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ ഈ പറയുന്ന മതേതര ആളുകളുണ്ട്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരാൻ പറയും. ഒന്നാമത്തെ കാര്യം, പ്രിൻസിപ്പൽ സാർ, താങ്കൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, താങ്കൾ ഇത് ചെയ്താൽ എന്താണ് തെറ്റ്, ഇതിൽ എവിടെയാണ് കുഴപ്പം എന്ന കാര്യങ്ങൾ താങ്കൾ ആ സാഹചര്യത്തെയും പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്താണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയുടെ ഔദ്യോഗിക ചടങ്ങിന്റെ ഭാഗമായി നടന്നതാണ്. അവിടെ കുട്ടികൾ ചൊല്ലിയത് RSSന്റെ ശാഖയിൽ ചൊല്ലുന്ന ഗണഗീതമാണ്. അതിലെ വരികൾ സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതൊരു സംഘടനയുടെ മുദ്രയാണ്, മേൽവിലാസമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. കേരളത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഗണഗീതങ്ങളിൽ പെടുന്നതാണെന്ന അറിവ് പ്രിൻസിപ്പാൾ എന്ന നിലയിൽ താങ്കൾക്കുണ്ട്. എന്നിട്ട് താങ്കൾ ഇതിനെ ന്യായീകരിക്കുന്നതിലാണ് എനിക്ക് അത്ഭുതമുള്ളത്. ഈ ദേശഭക്തിഗാനം എന്നുള്ള നിലയ്ക്ക് ഏത് പാർട്ടിക്കാരെഴുതിയാലും ഏത് ചിന്താഗതിക്കാരെഴുതിയാലും അതിനെ സ്വീകരിക്കും നമ്മൾ. വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയപ്പോൾ നമ്മൾ സ്വീകരിച്ചു. ഇത് തന്നെ AR റഹ്മാൻ ചൊല്ലിയപ്പോൾ നമ്മൾ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മൾ പറയുന്ന ഏകത്വം. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുക, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക. ഈ മനസ്സില്ലാതെ പോയതാണ് ഈ പ്രശ്നം ഇത്രയും ഉയർത്താനുള്ള കാരണം. ശരി, ഇതിൽ ഒരു സ്റ്റേജിലല്ല കുട്ടികൾ പ്രസന്റ് ചെയ്തത്. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യലോട് ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തിരുവനന്തപുരം പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേളയിൽ അന്ന് അവിടെ അവതരിപ്പിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ രാഷ്ട്രപതി വന്നപ്പോൾ അന്ന് അവിടെ അവതരിപ്പിച്ച ഗാനമായിരുന്നു ബലി കുടീരങ്ങളെ എന്ന് വയലാർ എഴുതിയ ഗാനം. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി വന്ന് അദ്ദേഹം പങ്കെടുത്ത ഔദ്യോഗിക ചടങ്ങിൽ അന്ന് അവതരിപ്പിച്ച ഈ ഗാനം, അതായത് ബലി കുടീരങ്ങളെ എന്ന ഗാനം, ഞങ്ങൾക്ക് എന്നാൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ഞങ്ങൾ പാടുന്നില്ലല്ലോ. അത് ഞങ്ങൾ ആ രീതിയിലുള്ള ഒരു അവകാശവാദം ഞങ്ങൾക്കില്ല, ഞങ്ങളത് എവിടെയും അവതരിപ്പിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് RSSന്റെ ഗണഗീതം ഇതുപോലെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ പാടുക എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലേ? സാർ, ഞാനത് രാഷ്ട്രീയപരമായിട്ട് ഇതിനെ സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളോട് സംസാരിക്കൂ. ഒരു വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൾ എന്നുള്ള നിലയ്ക്ക് ഞാനിത് പറയുന്നത്, നമ്മൾ എടുത്തിരിക്കുന്നത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്കാണ്. ഇതിനെ നിങ്ങൾ പറയുന്ന ഭാരതത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് എതിരാണെങ്കിൽ അതിനെ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാതെ അതിനെ ഒരു പൂജ ചെയ്യുന്നു, നിർമ്മാല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരാധിക്കുക, അർപ്പിക്കുക എന്നൊക്കെയാണ്. അതായത് നമ്മുടെ ഭാരതത്തെ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളോട് സംസാരിച്ച ഒരു മാറ്റമുണ്ട്. രാഷ്ട്രമുണ്ടെങ്കിലേ നമുക്ക്, അല്ലെങ്കിൽ രാജ്യമുണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവുള്ളൂ. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രമുണ്ടെങ്കിലേ ഇതിനകത്തൊരു പ്രശ്നം ദേശീയതയാണ് താങ്കൾ ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ അവിടെ വലിയ ഡിബേറ്റിന് സാധ്യതയുണ്ട്. ഏത് തരം ദേശീയതയെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അത് ഹിന്ദുത്വ ദേശീയതയെക്കുറിച്ചാണോ അതോ ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ദേശീയതയെക്കുറിച്ചാണോ? ഏത് ദേശീയതയാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ദേശഭക്തി എന്ന് പറയുമ്പോൾ ആദ്യം ദേശീയതയെയും ദേശത്തെയും നമ്മൾ നിർവചിക്കണമല്ലോ. അത് ഭരണഘടന അനുശാസിക്കുന്ന അതിർത്തികൾ വരച്ചിട്ടുള്ള ഇന്ത്യ എന്ന നമ്മുടെ ദേശീയതയെക്കുറിച്ചാണോ? ബഹുസ്വരത നിലനിൽക്കുന്ന, മതേതരത്വം നിലനിൽക്കുന്ന, ഈ പ്ലൂറലിസം നിലനിൽക്കുന്ന, സോഷ്യലിസം നിലനിൽക്കണമെന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന ദേശീയതയാണോ അതോ ഹിന്ദുത്വ ദേശീയതയാണോ? സാർ, നിങ്ങൾ പറയാണ്ട് തന്നെ ആ രണ്ടാമത്തെ മാറ്റർ ഇവിടെ പറഞ്ഞു. അതായത് ബഹുസ്വരതയെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ല നമ്മുടെ ഏകത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ദേശീയതയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. നാനത്വത്തിൽ, ഞാൻ എപ്പോഴും സ്ട്രെസ് ചെയ്യുന്നത്, നാനത്വത്തിൽ ഏകത്വം, പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ. അതായത് ഈ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഒറ്റ മനസ്സായി ഒരേ സൗണ്ടിൽ ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ള വേർതിരിവില്ലാതെ, ജാതിയുടെ വേർതിരിവില്ലാതെ ഒരുമിച്ച് വേണ്ടി ഈ രാഷ്ട്രത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെ ഹിന്ദുത്വ എന്നുള്ള ഒരു വാക്കും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു വാക്ക് അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ രാജ്യസ്നേഹമാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദേശീയതയുടെ ആശയമാണ് ഇതിൽ പോയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.